അപ്പം നമുക്ക് ദോഹയുടെ കുറച്ച് കാഴ്ചകളുണ്ട്. ഇതാണ് ദോഹ മെയിൻ സിറ്റി. മെയിൻ സിറ്റിയിലേക്കാണ് ഇപ്പം നമ്മൾ പോകുന്നത്. നല്ല മനോഹരമായ കാഴ്ചകളാണ്. കാണാൻ ഭയങ്കര ഭംഗിയാണെങ്കിലും നമ്മളെ പുറത്തുള്ളവർക്ക് എന്ത് ഭംഗി. നമ്മളൊന്നും നമ്മുടെ ജോലി മറ്റുള്ള കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോകുന്നു. ഇതൊക്കെ ഫ്രൈഡേ നമുക്ക് കാണാനുള്ള ഇതൊക്കെ ഉണ്ട്, എങ്കിലും അങ്ങനെ കാണാൻ വരാറൊന്നുമില്ല. ആ കാണാനാണ് ലൂസൈൽ പറയും. ഇപ്പം ഇവിടെ വേൾഡ് കപ്പൊക്കെ നടന്നു വരുന്ന മെയിൻ ഫൈനൽ നടന്നു വരുന്ന ഭാഗത്തേക്കാണ് ഇപ്പം നമ്മൾ പോകുന്നത്. അപ്പം പോണ വഴിക്കുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. അല്ലാണ്ട് കൂടുതലായിട്ട് എല്ലാതും വീഡിയോയിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. കാരണം എടുക്കാനുള്ള പരിമിതികളുള്ളത് കൊണ്ടാണ്. അപ്പോൾ കുറച്ച് വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല കാഴ്ചകൾ നമ്മൾ പരമാവധി വീഡിയോയിൽ ഒതുക്കിയിട്ട് എടുക്കുന്നതാണ്. ആ കാണുന്നതാണ് നമ്മളെ ലൂസൈൽ പോകുന്ന വഴിയാണ്. ഇവിടെ വേൾഡ് കപ്പ് ഫൈനലൊക്കെ നടന്നില്ലേ, ആ ഭാഗമാണ്. ഇനിയിപ്പോൾ നമ്മൾ പോകുന്ന പേൾക്കത്തർ ഭാഗത്തേക്കാണ്. ആ പോണ വഴിക്കുള്ള കാഴ്ചകൾ പരിമിതികൾ കൊണ്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അതിൽ വെച്ച് കാണുക. അപ്പോൾ പ്രത്യേകിച്ച് മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനിയും ഇതിലും നല്ലതായിട്ട് ഒന്നുകൂടി നന്നായിട്ട് വീഡിയോ എടുക്കുന്നതാണ്. പിന്നെ നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ ഖത്തർ യൂണിവേഴ്സിറ്റി അങ്ങനത്തുള്ള ഇതൊക്കെയാണ്. നമ്മളിപ്പോൾ പോകുന്നത് പേൾക്കത്തർ, അതായത് ദോഹയിലെ ഏറ്റവും കാണാൻ എല്ലാവരും കൂടുതൽ പോകുന്നതും, അതായത് ഖത്തറികൾ പോകുന്ന സ്ഥലമാണ്. ഒരു VIP ഏരിയയാണ്. കാണാൻ ഒത്തിരി ഉണ്ട്. ബീച്ചുകൾ, പാർക്കുകൾ, പിന്നെ വണ്ടർ മോള്, അങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട്. അങ്ങോട്ടാണ് ഇപ്പോൾ പോകുന്നത്. എത്രത്തോളം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. പറ്റുന്നത് എത്രത്തോളം എടുക്കുന്നതാണ്. അടുത്ത വീഡിയോയിലെല്ലാം ഉൾക്കൊള്ളിച്ച് നമുക്ക് വീഡിയോ എടുക്കാം. അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് മറക്കരുത്, കുഞ്ഞു വീഡിയോ ആണ്, ക്ലിയർ ഇല്ലാന്ന് വെച്ചിട്ട് സപ്പോർട്ട് ചെയ്യാതിരിക്കരുത്. പറ്റുന്ന പോലെ നമ്മൾ എടുക്കുന്നുണ്ട്. ഇത് കണ്ടവർക്ക് ഇത് ഇപ്പോൾ കാണുമ്പോൾ വലിയ പുതുമൊന്നും തോന്നില്ല. പക്ഷെ കാണാത്തവർക്ക് കാണുമ്പോൾ ഒരു കാഴ്ചകൾ, അതൊരു കാണാൻ മനോഹരമായ സ്ഥലമല്ലേ. അപ്പം ഖത്തറിൻ്റെ ഒരു ചെറിയൊരു യാത്ര പോലെ ഇനിയും പുതുതായി വരുന്നവർക്ക് ഈ ഏരിയകളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാം. ഇന്ന സ്ഥലമാണ്, ഇന്ന ഭാഗമെന്നൊക്കെ അറിയാൻ പറ്റുന്ന ഒരു യാത്ര ഉള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ ഇത് കാര്യമായിട്ട് ഇപ്പോൾ ഇതൊന്നും മനസ്സിലാവില്ല. എങ്കിലും പോണ വഴിക്കുള്ള കാഴ്ചകൾ നമ്മൾ പകർത്തി അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടിടത്തോളം അതിന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത്ര തന്നെയാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ഏകദേശം ഒരു 2 കിലോമീറ്റർ പോയാൽ ഏകദേശം നമ്മുടെ ഖത്തറിൻ്റെ മെയിൻ എല്ലാ പാർക്കുകളും അല്ലെങ്കിൽ കാണാൻ പറ്റുന്നതും ഒത്തിരി എന്താ പറയുക സമയം ഖത്തറികൾ ചെലവഴിക്കുന്നതുമായ സ്ഥലമാണ് പേൾക്കത്തർ. ഇതൊരു ടണലാണ്. അപ്പോൾ അതും കാണാനൊത്തിരി രസമുണ്ടാകും. ഇവിടെ മാക്സിമം 80 സ്പീഡ്. അതിന് കൂടുതൽ പോകാൻ പറ്റില്ല. ഇത് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ അല്ലെങ്കിൽ 750 മീറ്ററാണ് ഈ ഓവർ ബ്രിഡ്ജ്, അതായത് തുരങ്കം. ഇതിലും കൂടുതലുള്ള തുരങ്കങ്ങളുണ്ട്. ഇതിപ്പോൾ ഇങ്ങോട്ട് പോകണ കോർണിഷ് ടു പേൾക്കത്തറിലേക്ക് പോകുന്ന തുരങ്കം ഏകദേശം ഒരു 750 മീറ്റർ ഉണ്ടാവും. ഇപ്പോൾ ഏകദേശം ഒരു ജസ്റ്റ് ഒരു 800-900 മീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഖത്താറ, പേൾക്കത്തർ അങ്ങനത്തെ ബീച്ച് സൈഡാണ്. അവിടെയാണ് ടൂറിസ്റ്റുകൾ ഒരുപാട് വരുന്നത്. വിദേശികളാണെങ്കിലും അല്ലെങ്കിൽ ഇവിടെയുള്ളവരാണെങ്കിലും കൂടുതലും സമയം സ്പെൻഡ് ചെയ്യാൻ കണ്ടെത്തുന്ന സ്ഥലമാണ് പേൾക്കത്തർ, ലൂസൈൽ. അപ്പോൾ ഖത്തറിനെ കൂടുതൽ മനോഹരമാക്കുന്ന സ്ഥലങ്ങളും പാർക്കുകളൊക്കെ ഇവിടെ സൂപ്പറാണ്. ആർക്കും ഒരു വിസിറ്റ് വിസയിൽ വന്ന് കാണാൻ അല്ലെങ്കിൽ ആസ്വദിക്കാൻ പറ്റുന്ന ഒത്തിരി നല്ല നല്ല സ്ഥലങ്ങളും അല്ലെങ്കിൽ
കാണാനുള്ള കാഴ്ചകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം അതാരും മിസ് ചെയ്യണ്ട. എന്നിട്ട് ചെറിയൊരു ഭാഗം, എൻ്റെ നൂറിലെ ഒരു ചെറിയൊരു ഭാഗമാണ് ഇപ്പോൾ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ട് അതും എടുക്കാനുള്ള പരിമിതികൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അത്ര വലിയ ക്ലാരിറ്റി ഉണ്ടാവില്ല എന്ന് വെച്ചിട്ട് ഇത്ര ഉള്ളൂ എന്നുള്ള തോന്നൽ വേണ്ട. 100 മടങ്ങ് കാണാൻ ബ്യൂട്ടിഫുള്ളാണ്. നമ്മുടെ മെയിൻ സിറ്റിയിലേക്ക് എത്താറായി തുടങ്ങി. ഇപ്പോൾ ഇത് തിരക്കില്ലാത്തത് എന്തോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് 7 മണി 8 മണി 9 മണി സമയമായിട്ടുള്ളൂ. അതുകൊണ്ടാണ് തിരക്കില്ലാത്തത്. ഒരു 4 മണിക്ക് ശേഷമാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വണ്ടികളും അല്ലെങ്കിൽ ഭയങ്കര ട്രാഫിക്കും തിരക്കുകളും ഒക്കെയാണ്. നൈറ്റ് വരികയാണെങ്കിൽ അടിപൊളിയാണ്. ഫുള്ള് ലൈറ്റുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ഈ ഫിലിമിൽ കാണുന്ന ആ ഒരു ലുക്കില്ല, കാണാൻ ഒത്തിരി മനോഹരമാണ്. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോ ഇതിൻ്റെ മെയിൻ എൻട്രൻസിലേക്ക് പോവാണ്. അത് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഓക്കെ.